നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അരുൺ ഗോപി ദിലീപിനെ നായകനാക്കി ഒരുക്കിയ ഗാങ്സ്റ്റർ ചിത്രമാണ് ബാന്ദ്ര. ദിലീപ് ആരാധകർക്കേറെ പ്രതീക്ഷ നൽകിക്കൊണ്ടായിരുന്നു ബാന്ദ്ര 2023 നവംബറിൽ തിയേറ്ററുകളിൽ എത്തിയത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ചിത്രം അമ്പെ പരാജയമായി. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമയ്ക്ക് ശേഷം അഭിനയം തന്നെ നിർത്തിയാലോ എന്ന് ആലോചിച്ചിരുന്നുവെന്ന് പറയുകയാണ് മന്ത്രി ഗണേഷ് കുമാർ. ദിലീപ് അടക്കമുള്ളവരിൽ നിന്നും അപമാനം നേരിട്ടുവെന്നും താൻ ഭാഗമായ രംഗം താൻ ഇല്ലാതെ ചിത്രീകരിച്ചുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗണേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. അഭിനയം നിർത്താനുള്ള തീരുമാനം മാറാൻ കാരണം മോഹൻലാൽ ചിത്രം നേരാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തനിക്കായി മോഹൻലാൽ കന്നഡ സിനിമയുടെ ചിത്രീകരണം മാറ്റിവെച്ചു വന്നു, അതിനാലാണ് നേരിൽ അഭിനയിച്ചതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ചില പടങ്ങളിൽ അഭിനയിക്കാൻ പോയപ്പോൾ വിഷമങ്ങളുണ്ടായി. ബാന്ദ്ര എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു. അതെന്റെ മനസ്സിൽ വലിയ അപമാനവും സങ്കടവും ഉണ്ടാക്കി. ഇത്രയും വർഷത്തെ പരിചയമുള്ള എന്നോട് ദിലീപ് അടക്കം മോശമായി പെരുമാറിയെന്ന് തോന്നി. ഞാനുള്ള സീനുകൾ ഞാനില്ലാതെ ഷൂട്ട് ചെയ്യുന്നതുപോലെയുള്ള മര്യാദകേടുകൾ അവിടെ നടന്നു. അതിനുശേഷം ഇനി സിനിമയിൽ അഭിനയിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ മനസ്സുകൊണ്ടെത്തി എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പിന്നെ ജിത്തു നേരിന്റെ കഥ പറഞ്ഞു. നല്ല സിനിമയാണ്, നല്ല കഥാപാത്രമാണ്. ലാലേട്ടൻ ഷൂട്ട് നേരത്തെ ആക്കണമെന്ന് തീരുമാനിച്ചതോടെയാണ് ഞാൻ അഭിനയിക്കാമെന്ന് തീരുമാനിക്കുന്നത്. സത്യമാണ് ഞാൻ തുറന്നു പറയുന്നത്. മനസ്സുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചിരുന്നു. ബാന്ദ്ര എന്ന സിനിമയുടെ സംവിധായകനും ദിലീപും അടക്കം എന്നെ വേദനിപ്പിച്ചു. നല്ല റോളാണെന്ന് പറഞ്ഞാണ് വിളിച്ചു കൊണ്ടുപോയത്. റോള് മോശമായിരുന്നു എന്നത് പോട്ടെ, ഞാൻ അഭിനയിക്കേണ്ട കോമ്പിനേഷൻ സീനുകൾ വരുമ്പോൾ ദിലീപ് പോലും ചോദിച്ചില്ല ഗണേശേട്ടനെ കണ്ടില്ലല്ലോ എന്ന്. എസ്റ്റാബ്ലിഷ് ആയ മുതിർന്ന നടനോട് അങ്ങനെ പെരുമാറിയപ്പോൾ ഇനി ഈ രംഗത്ത് നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഞാൻ പിന്മാറിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു യാത്രയിലാണ് ജിത്തു നേരിന്റെ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി, പക്ഷെ സമയമില്ലായിരുന്നു. നിയമസഭ വരുന്നുണ്ടായിരുന്നു. അത് ആന്റണി പെരുമ്പാവൂരിനോട് പറഞ്ഞു. അദ്ദേഹം ലാലേട്ടനോട് പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ കന്നഡ പടം അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചു. അങ്ങനെ ആ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം സൂപ്പർ സ്റ്റാറുകളുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും സിനിമയിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ആഗ്രഹിച്ചതുപോലെ നല്ല വേഷങ്ങൾ സിനിമയിൽ കിട്ടിയില്ല എന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. സിനിമ എന്ന പ്രൊഫഷൻ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സിനിമയിൽ വേണ്ടതുപോലെ നല്ല വേഷങ്ങൾ കിട്ടിയില്ലെന്ന ഒരു വേദന കൂടി എനിക്കുണ്ട്. ജോർജ് സാർ വിളിച്ചതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്, അല്ലാതെ ആഗ്രഹിച്ചു വന്നതല്ല. വന്നതിന് ശേഷം പക്ഷെ എനിക്ക് ഇതൊരു പാഷനായി മാറി. നല്ല വേഷങ്ങൾ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൽ പ്രിയദർശൻ, രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് തുടങ്ങിയ അപൂർവം ആളുകൾ മാത്രമേ എനിക്ക് നല്ല വേഷങ്ങൾ തന്നുള്ളൂ. അവരോട് എനിക്ക് നന്ദിയും സ്നേഹവുമുണ്ട്. എനിക്ക് വേഷം തരാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ നടന്മാർ വരെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം വേദന ഉണ്ടാക്കിയ സംഭവങ്ങളുമാണ്. എന്താണ് കാരണമെന്നറിയില്ല. മന്ത്രിയുടെ മകനാണ് എന്നതെല്ലാം ആകാം. പിന്നെ എനിക്ക് ഒരു സ്വഭാവമുണ്ട്. കാല് പിടിച്ചുള്ള ഏർപ്പാടുകളില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. മണിയടിക്കാനൊന്നും പോവാറില്ല. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് പൊക്കി അടിക്കുകയൊക്കെ വേണം സിനിമയിൽ. അതൊക്കെ എനിക്ക് പ്രയാസമാണ്. ഉള്ളത് പറയാൻ ഞാൻ തയ്യാറാണ്. മഹത്തായ കാര്യങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യാം. അല്ലാതെ പൊക്കി അടിച്ച് 24 മണിക്കൂർ മറുമാതിച്ച് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് മാത്രമല്ല സിനിമയിൽ പലർക്കും ഈ അനുഭവങ്ങളുണ്ട്. അർഹതപ്പെട്ട ആളുകൾക്ക് സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടാറുണ്ട്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൽ നല്ല റോളുണ്ട്. കപ്പിനും ചുണ്ടിനും ഇടയിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിയെയും ദിലീപിനെയും കുറിച്ചാണ് പിന്നീട് അദ്ദേഹം സംസാരിച്ചത്. മമ്മൂക്കയ്ക്കൊപ്പം കിങ് എന്ന സിനിമയിലാണ് ഞാൻ അവസാനമായി അഭിനയിച്ചത്. അതിനുശേഷം അഭിനയിച്ചിട്ടില്ല. സ്വാഭാവികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണുമ്പോൾ വലിയ സ്നേഹമാണെങ്കിലും ഒരുമിച്ച് അഭിനയിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് സ്വാഭാവികമാണോ അല്ലയോ എന്നതും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് എന്നെ വിളിക്കാറുമില്ല. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ പടങ്ങളിലേക്ക് എന്നെ വിളിക്കാറുണ്ട്. നേരിൽ അഭിനയിക്കാൻ കഴിയില്ല എന്നാണ് കരുതിയത്. ആ സമയത്ത് നിയമസഭയുണ്ടായിരുന്നു. ലാലേട്ടൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് കൂടി ഭാഗമാകാൻ അവസരമൊരുക്കി തന്നു. ഒരു ഘട്ടത്തിൽ ചില സിനിമകളിൽ അഭിനയിക്കാൻ പോയിട്ട് ഇൻസൾട്ട് ആയതുപോലെ തോന്നി. ബാന്ദ്ര എന്ന സിനിമയിൽ അഭിനയിച്ചത് വലിയൊരു അപമാനവും സങ്കടവുമായി മനസ്സിലുണ്ട്. ഇത്രയും പരിചയമുള്ള എന്നോട് ദിലീപ് അടക്കം മോശമായി പെരുമാറിയെന്ന് എനിക്ക് തോന്നി. ഞാൻ അഭിനയിക്കേണ്ട സീനുകളുടെ ഷൂട്ട് ഞാൻ ഇല്ലാതെ അവർ ഷൂട്ട് ചെയ്തു. അങ്ങനെ ചില മര്യാദകേടുകൾ അവിടെ നടന്നു. അതിനുശേഷം സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിരുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ദിലീപും തെന്നിന്ത്യയുടെ ഗ്ലാമർ നായക തമന്നയും ഒന്നിച്ച ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു ബാന്ദ്ര. ആക്ഷൻ ജേണറിൽ ഒരുക്കിയ ചിത്രമായിരുന്നു ഇത്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി ഭാഷകളിൽ നിന്നും വൻ താരനിരയാണ് ബാന്ദ്രയിൽ അണിനിരുന്നത്. രാമലീലയ്ക്ക് ശേഷം ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബാന്ദ്ര. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്ത് നിർമ്മിക്കുന്ന ചിത്രത്തിനായി ഉദയകൃഷ്ണയാണ് തിരക്കഥ ഒരുക്കിയത്.
ബാന്ദ്ര സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി തമന്ന നൽകിയ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതുപോലെ ഒരു അവസരം മലയാളത്തിൽ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. മലയാളത്തിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ ദിലീപിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചു. ഇതുപോലെ ഒരു വേഷം തന്നതിന് സംവിധായകൻ അരുൺ ഗോപിക്ക് നന്ദി പറയുന്നു. ബാന്ദ്ര എന്ന സിനിമയ്ക്ക് പിന്നിൽ മികച്ച ഒരു ടീമായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ബാന്ദ്ര എന്നായിരുന്നു അന്ന് തമന്ന പറഞ്ഞത്. അലൻ അലക്സാണ്ടർ ഡൊമിനിക് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ചത്. ദിലീപിന്റെ കരിയറിലെ 147ാമത് ചിത്രമാണ് ബാന്ദ്ര. തമിഴ് നടൻ ശരത് കുമാറും ബോളിവുഡ് നടൻ ദിനോ മോറിയയും ചിത്രത്തിലുണ്ട്. സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഗണേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ ഒരുങ്ങുന്നത്. ഷാജി കുമാറാണ് ഛായാഗ്രഹണം. സംഗീതം സാം CS, എഡിറ്റിംഗ് വിവേക് ഹർഷൻ. രാമലീലയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിച്ച ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഭീമമായ മുതൽ മുടക്കിൽ പുറത്തിറങ്ങിയ ചിത്രം കൂടിയാണ് ബാന്ദ്ര. ഏകദേശം 35 കോടിയോളമായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ്. എന്നാൽ മുടക്കുമുതലിന്റെ പകുതി പോലും തിയേറ്ററുകളിൽ നിന്നും തിരിച്ചുപിടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല എന്നായിരുന്നു റിപ്പോർട്ട്. വിക്കിപീഡിയയിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ചിത്രത്തിന്റെ ആകെ ബോക്സ് ഓഫീസ് കളക്ഷൻ 2 കോടി രൂപ മാത്രമായിരുന്നു. 2023 നവംബർ 10-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.